new agricultural strategy and green revolution. By the term green revolution, we mean the large increase in agricultural production, which took place in a short span of time as a result of the application of high-yielding varieties of seeds and chemical fertilizers. New high-yielding varieties of wheat were developed in Mexico by Professor Norman Borlaug and his associates and adopted by a number of countries. The program of combining together all the inputs such as seeds and fertilizers, etc., for raising production is called a package program. This program is also known as New Agricultural Strategy. The new strategy in Indian agriculture was introduced as a pilot project in 7 districts in 1960-61. This strategy goes by the name Intensive Agricultural District Program, IADP. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക ഭക്ഷ്യധാന്യ ഉൽപാദനത്തിലുണ്ടായ പെട്ടെന്നുണ്ടായ വളർച്ച തന്നെയാണ് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടാക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും ഉപയോഗിച്ച് ചെറിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഭക്ഷ്യ ഉൽപാദനത്തിലുണ്ടായ വർധനവിനെയാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ വിളിക്കുക. ഇപ്പോൾ പ്രൊഫസർ നോർമൻ ബോർലോഗും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ് മെക്സിക്കോയിൽ ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഡെവലപ്പ് ചെയ്തത്. അത് വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ വിത്തും അത്യുൽപാദന ശേഷിയുള്ള വിത്തും രാസവളവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ആ പദ്ധതിയെ, ഉൽപാദന വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയെ നമ്മൾ പാക്കേജ് പ്രോഗ്രാം എന്ന് വിളിക്കുക. അപ്പൊ ആ പ്രോഗ്രാം പലപ്പോഴും വിളിക്കപ്പെടുന്നത് ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ അഗ്രികൾച്ചറിൽ 1960-61 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി, പ്രത്യേകിച്ച് 7 ജില്ലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ജില്ലകളിലാണ് നടപ്പിലാക്കിയത്. ആ പദ്ധതിക്ക് പലപ്പോഴും നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്, അത് ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്നാണ്. The aim of this program was to increase the production of food grains and to prepare the basis for rapid economic growth of the country. Under this program, the farmers were to be supplied with credit, seeds, fertilizers, implements, etc. ഈ ഒരു പദ്ധതി IADP എന്ന പദ്ധതി ഉദ്ദേശിക്കുന്നത് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം തന്നെയാണ്. അത് പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് അടിസ്ഥാനമായി മാറും. അപ്പൊ ഈ ഒരു പ്രോഗ്രാമില് കർഷകർക്ക് ആവശ്യമായ വായ്പ, വളം, വിത്തുകൾ, മറ്റ് അനുബന്ധ സാമഗ്രികളൊക്കെ ഗവൺമെന്റ് നൽകും. In 1964-65, a modified version of the scheme was extended to several other parts of the country in the form of Intensive Agricultural Area Program. 1964-65 കാലഘട്ടത്തിൽ നേരത്തെ കണ്ട ആ ഒരു പ്രോഗ്രാം അല്പം മോഡിഫൈ ചെയ്തുകൊണ്ട് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം എന്ന പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കുകയുണ്ടായി. It was launched for the intensive development of crops such as wheat, paddy, millets, cotton, sugarcane, potato, pulses, etc. in 114 districts in 1964-65. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് വീറ്റും, പാടി, മില്ലറ്റ്, കോട്ടൺ, ഷുഗർകെയിൻ, പൊട്ടാറ്റോ, പൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് IAAP നടപ്പിലാക്കിയത്. പ്രത്യേകിച്ച് അത് 64-65 കാലത്തിൽ 114 ഡിസ്ട്രിക്റ്റുകളിലാണ് അത് നടപ്പിലാക്കിയത്. From 1966, there was a change in the situation with the introduction of the high yielding varieties program. 1966 മുതൽ ഈ പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വന്നു. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ it envisaged a popularization of the high yielding varieties of paddy, wheat, maize, jowar and bajra over fairly large areas.
അപ്പൊ ഈ പദ്ധതികളുടെ എന്താണ് ഹൈ yielding വെറൈറ്റീസ് ഓഫ് സീഡ്സ് പരമാവധി ജനകീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയ പദ്ധതി നടപ്പിലാക്കിയത്. പ്രത്യേകിച്ച് പാഡി, വീറ്റ്, മെയ്സ്, ജോവർ, ബജ്ര ഇതൊക്കെയാണ് ഹൈ yielding വെറൈറ്റീസ് ഐറ്റംസ് ആയിട്ട് വന്നിരിക്കുന്നത്. This policy includes the use of HYV seeds combined with the optimum doses of fertilizers and pest control measures, extension of multiple cropping, arrangements and management of water supply, and provision of cultivation in dry areas. ഈ പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുക, രാസവളങ്ങൾ ഉപയോഗിക്കുക, രാസകീടനാശിനികൾ ഉപയോഗിക്കുക, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് നടപ്പിലാക്കുക, അതുപോലെ തന്നെയാണ് വാട്ടർ സപ്ലൈ, ഇറിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരമാവധി മഴ കുറവ് ലഭിക്കുന്ന ഏരിയകളിലൊക്കെ ജലസേചനം നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ പദ്ധതി നടപ്പാക്കുക. ഇങ്ങനെ വിവിധ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഉള്ള ഒരു പരിപാടിയാണെന്നത്. തീർച്ചയായും ഒരു കുറഞ്ഞ കാലത്തിനിടയിൽ നമുക്ക് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ഒരു കാർഷിക മേഖലയുടെ പുരോഗതിയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. Next is to find out what are the contributing factors of green revolution. അല്ലെങ്കിൽ എന്താണ് what are the components of the new strategy. ഈ പുതിയ സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ നയിക്കപ്പെട്ട വസ്തുതകൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. There are so many factors which contributed to the green revolution. ഹരിത വിപ്ലവത്തിലേക്ക് നയിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വണ്ടർ ഓർ മിറക്കിൾ സീഡ്സ്, അത്ഭുത വിത്തുകൾ എന്ന് പറയും. Green revolution is primarily due to the miracle of new wonder seeds, which have raised agricultural yields per acre to significant heights. ഇവിടെ ഗ്രീൻ റവല്യൂഷൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നമ്മുടെ ഹൈ yielding വെറൈറ്റീസ് ഓഫ് സീഡ്സ്, അതിന് മിറക്കൽ സീഡ്സ് എന്ന് പറയും. അത്യുൽപാദനശേഷിയുള്ള സീഡ്സ്. അപ്പൊ വീറ്റ് PV18, നെല്ലുമായി ഗോതമ്പുമായി ബന്ധപ്പെട്ട PV18, കല്യാൺ സോണായി 227, ബജ്രയിലാണെങ്കിൽ HB10, ഹൈബ്രിഡ് മെയ്സ് വിജയ്, റൈസ് ആണെങ്കിൽ IR8, PR106, ADT17, പത്മ, ജയ, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഹൈ yielding വെറൈറ്റീസ് ഓഫ് സീഡ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് അത്യുൽപാദന ശേഷി നേടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. Second one is the use of fertilizers. Recent years have witnessed a rapid increase in the consumption of chemical fertilizers. The use of fertilizers have played a key role in the breakthrough in the Indian agriculture. Indian കാർഷിക മേഖലയിൽ ഒരു വിപ്ലവത്തിന് നാന്ദി കുറിക്കാൻ ഒരു കാരണം നമ്മൾ ഉപയോഗിച്ച ഫെർട്ടിലൈസേഴ്സ് ആണ്. കാരണം രാസവളങ്ങൾ കൂടി ഇതിനു മുമ്പ് നമ്മൾ രാസവളം ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വ്യാപകമായി രാസവളം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പെട്ടെന്ന് കൃഷിയുടെ വിളവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. നെക്സ്റ്റ്, എക്സ്റ്റൻഷൻ ഓഫ് ഇറിഗേഷൻ. Water is the basic input in agriculture, and better seeds and fertilizers can produce desired results only if adequate water is made available. Exploitation of groundwater sources is made possible by the use of minor irrigation works, including the construction of tube wells and the renovation of tanks, etc. എത്ര അത്യുൽപാദന ശേഷിയുള്ള വിത്ത് ഉപയോഗിച്ചാലും, ഏത് രാസവളം ഉപയോഗിച്ചാലും, ഏത് കീടനാശിനി ഉപയോഗിച്ചാലും അത് ഫലവത്താണെങ്കിൽ ആവശ്യത്തിന് ജലം ഉണ്ടാവും. അപ്പൊ ജലസേചന സൗകര്യങ്ങളെ വളർച്ചയാണ്. നമ്മൾ കൂടുതലായിട്ട് എന്താണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. കുഴൽ കിണറുകൾ കുഴിച്ചുകൊണ്ടും നിലവിലുള്ള കുളങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടും ഒക്കെ എന്താണ് കൂടുതൽ ഏരിയയിൽ നമുക്ക് ജലം പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അത്യുൽപാദന ശേഷി നമുക്ക് നേടാനായിട്ട് സാധിച്ചു. മറ്റൊന്ന് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. നമ്മുടെ എന്താണ് കാർഷിക രീതിയിൽ തന്നെ മാറ്റമുണ്ടായി. Since the new seeds mature within a short period, 3 or 4 crops can be grown in the same land in a year. New crop rotation has been made possible by the development of the short duration varieties. നമുക്ക് ഇന്നലെ വരെ നമുക്ക് ഒറ്റ വിള മാത്രമാണ് ചെയ്യാൻ പറ്റിയെങ്കിൽ, ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം. ഇത് വളരെ കുറഞ്ഞ അരിയൊക്കെ പറയുകയാണെങ്കിൽ, നെല്ലൊക്കെ പറയുകയാണെങ്കിൽ 60 ദിവസം കൊണ്ട് വിളഞ്ഞു. അപ്പൊ 4-5 തവണ നമുക്ക് എന്താണ് ഒരു കൃഷിഭൂമിയിൽ ഒരു വർഷം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ തീർച്ചയായും മാറി നമുക്ക് പെർ ഹെക്ടർ ഉൽപാദനം വർദ്ധിക്കാൻ നമുക്ക് സാധിച്ചു. മറ്റൊന്ന് ഫാം മെക്കണൈസേഷൻ.
The significant aspect of the green revolution in India is the mechanization of agricultural operations. നമ്മുടെ കാർഷിക മേഖലയിൽ നമുക്ക് യന്ത്രവൽക്കരിക്കാൻ സാധിച്ചു. വൻതോതിൽ ഉൽപ്പാദനം തുടങ്ങിയപ്പോൾ നമുക്ക് എന്താണ് യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി എന്താണ് കൃഷി ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഉൽപ്പാദനശേഷി വർദ്ധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് ഇംപ്രൂവ്ഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ്. The establishment of the Agricultural Refinance Corporation and the nationalization of 14 major commercial banks in July 1969 and 6 more in April 1980, and the establishment of regional rural banks and NABARD in recent years gave further stimulus to the extension of credit facilities to the farm sector. കാർഷിക മേഖലയിൽ കൂടുതൽ ധനസഹായം അല്ലെങ്കിൽ ലോണുകൾ ലഭ്യമാക്കി, പണം ലഭ്യമാക്കി എന്നുള്ള ഫണ്ട് ലഭ്യമാക്കി. അതിനുവേണ്ടി അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷൻ സ്ഥാപിതമായി. 1969 ജൂലൈ 1 14 ബാങ്കുകൾ ദേശീയ നാഷണലൈസ് ചെയ്തു. അതുപോലെ 1980 6 ബാങ്കുകൾ കൂടി നാഷണലൈസ് ചെയ്തു. പിന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചു, നബാർഡ് സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വന്നപ്പോൾ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്ന ഒരു പരിധിവരെ വിജയിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്നലെ വരെ ഫണ്ടിന്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് കൃഷി ചെയ്യാതെ മാറിയിരുന്ന ആളുകൾക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ഇതായി മാറി കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കാൻ കാരണമായി. മറ്റൊന്ന് പ്രോസസിംഗ്, സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ആണ്. These facilities are also speedily extended and improved so that the increased agricultural production is put to profitable use. ഇന്നലെ വരെ നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങളെ പ്രോസസ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ മാർക്കറ്റ് ചെയ്യാനോ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്തരം സംവിധാനങ്ങൾ കൂടി വന്നപ്പോൾ എന്തായി മാറി, നമുക്ക് കർഷകരെ സംബന്ധിച്ച് എന്താണ് കൂടുതൽ കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനമായി മാറി. അല്ലെങ്കിൽ കൃഷി ചെയ്ത ഉടൻ തന്നെ അവർക്ക് അത് വിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും, വില കുറഞ്ഞിരിക്കുന്ന സമയം. അപ്പൊ അതിന് വീണ്ടുമായിട്ട് അവർക്ക് ചിലപ്പോൾ എന്താണ് സ്റ്റോറേജ് ചെയ്യുന്ന സൗകര്യം ഉണ്ടായി, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായി, ഇടനിലക്കാരെയൊക്കെ ഒരു പരിധിയിൽ ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാകാനായിട്ട് കാരണമായിട്ടുണ്ട്. മറ്റൊന്ന് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. Plant protection and use of pesticides form an important part of increased production. ഉൽപാദന വർദ്ധനവിന് ഒരു കാരണം നമുക്ക് ഈ കീടങ്ങളെ ഒക്കെ ഒഴിവാക്കാനായിട്ട് പെസ്റ്റിസൈഡ് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കീടനാശിനി ഉപയോഗിച്ചപ്പോൾ കീടങ്ങൾ കൂടി ഇല്ലാതാക്കാനും കീടങ്ങൾ കൃഷി നശിക്കാതെ ആ വിളവ് കൂടി നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു. മറ്റൊന്ന് ഡ്രൈ ലാൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. To promote agricultural development in the dry areas, cultivation of drought resistant and short duration varieties of crops based on the latest dry farming technology was encouraged. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്, നമുക്ക് വരണ്ട പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മഴ വളരെ കുറവ് ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കുറഞ്ഞ കാലം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഡെവലപ്പ് ചെയ്ത പ്ലാന്റ് വെറൈറ്റീസ്, സീഡ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്നതാണ്. അപ്പോൾ കാര്യമായ ജലം ആവശ്യമില്ലാത്ത വിത്തിനങ്ങൾ ഡെവലപ്പ് ചെയ്തു കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നു. അതിൽ വളരെ കുറച്ച് ജലം ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നലെ വരെ കൃഷി ചെയ്യാൻ പറ്റാതിരുന്ന ഏരിയകൾ നമുക്ക് കൃഷിയോഗ്യമാക്കി മാറ്റി. മറ്റൊന്ന് സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ, പുതിയ സ്ഥാപനങ്ങളുടെ കടന്നുവരവാണ്. എ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ set up by the government to support the production program and to provide timely advice to farmers. Agriculture universities have been established in all states to assist agricultural development. Other important institutions that were established are the Agriculture Refinance and Development Corporation and the National Seeds Corporation. നിരവധി സ്ഥാപനങ്ങൾ കാർഷിക മേഖലയിൽ കർഷകരെ സഹായിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കടന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള എന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് വന്നു, ഗവേഷണ വിഭാഗങ്ങൾ വന്നു, അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വന്നു, അതുപോലെ നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ. ഇങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങൾ വന്നപ്പോൾ കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി, അവർക്ക് ആവശ്യത്തിന് അഡ്വൈസ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി, എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ദൂരീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പൊ അതിലൂടെ എന്തായി, കൃഷി നഷ്ടം വരാതെ സംരക്ഷിക്കാനായി തുടക്കത്തിൽ തന്നെ ആവശ്യമായ മുൻകരുതൽ എടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നതാണ്. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ പ്രോഗ്രാംസ് ഫോർ വീക്കർ സെക്ഷൻസ് ഫോർ ബ്രിങ്ങിങ് സോഷ്യൽ ജസ്റ്റിസ് ടു ഓൾ സ്മോൾ farmers, marginal farmers and agricultural laborers. Special programs such as
SFDA, MFAL, etc. are being implemented. ഇപ്പൊ പ്രത്യേക സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയിലുള്ള ചെറുകിട കർഷകരെയും നാമമാത്ര കർഷകരെയും തൊഴിലാളികളെയും ഉദ്ദേശിച്ചുള്ള നിരവധി പ്രോഗ്രാംസ് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു. SFDA പോലെ MFAL പോലെയുള്ള പ്രോഗ്രാംസ് വന്നപ്പോൾ അത് വീക്കർ സെക്ഷൻസിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടും അവർക്ക് കൂടുതൽ തൊഴിൽ നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ എന്തായി മാറി, അത് കാർഷിക ഉൽപാദനം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. മറ്റൊന്ന് പ്രൈസ് ഇൻസെന്റീവ്സ് ആണ്. The government has taken care to offer supportive prices to the growers so that minimum reasonable returns for their labor and investments are assured to them. അപ്പോൾ കർഷകർക്ക് കൃഷി ചെയ്ത ഒരു നിശ്ചിത റിട്ടേൺസ് ലഭിക്കുന്ന രീതിയിലുള്ള പ്രൈസ് ഇൻസെന്റീവ്സ്, ഈ സപ്പോർട്ട് പ്രൈസസ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ്, ഉൽപാദന ചെലവ് കിട്ടുന്ന രീതിയിൽ നഷ്ടം ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, എല്ലാവരും കൃഷി ചെയ്യാൻ തയ്യാറാകും. കാരണം നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമില്ല. ഗവൺമെന്റ് വില കുറഞ്ഞാൽ തന്നെ ഗവൺമെന്റ് ചെയ്യും സപ്പോർട്ട് പ്രൈസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ പ്രൈസ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്, സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായി ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത്. അവസാനമായി ലാൻഡ് റിഫോംസ്. The land reforms policy of the government is also responsible for the breakthrough in agriculture. കാർഷിക മേഖലയിൽ ഒരു എന്താണ് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള കാരണം ഒന്ന് നമ്മുടെ ഭൂപരിഷ്കരണ നിയമങ്ങളാണ്. അത് വന്നതിലൂടെ ലാൻഡ് സീലിംഗ് വന്നു. എല്ലാവർക്കും ഇന്നലെ വരെ ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികൾക്ക് ഭൂമി ലഭിച്ചു. അതിലൂടെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അവരുടെ താല്പര്യം വർദ്ധിച്ചു, കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷനിലേക്ക് നയിക്കപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.